എൻ്റെ പേര് സജുകുമാർ. ഞാനിവിടെ 2002 ജോയിൻ ചെയ്തു. ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ആരംഭമായിരുന്നു. ഇതിൻ്റെ വളർച്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ 2002 ഞാൻ കയറിയതിന് ശേഷം MBBS സ്റ്റുഡൻറ്റിൻ്റെ പഠനകാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ്, മറ്റു വിവിധ കോഴ്സുകൾ, CT സ്കാൻ, MRI സ്കാൻ, നമുക്ക് MBBSൻ്റെ 150 സീറ്റ് നേടാൻ സാധിച്ചു. PG കോഴ്സ് വന്നു. ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത്, ഒറ്റയാൾ പട്ടാളം പോലെ പ്രവർത്തിച്ചത് നമ്മുടെ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സാറാണ്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് വളരുന്നതിനോടൊപ്പം നമ്മുടെ നാടും വികസിക്കുകയായിരുന്നു, നാട്ടുകാരും വികസിക്കുകയായിരുന്നു. നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ വന്നു, വലിയ വലിയ ഹോട്ടലുകൾ വന്നു. അതുമാത്രമല്ല, ഒരു 2000 സ്റ്റാഫിന് മുകളിൽ ഇവിടെ ഉള്ളതിൽ ഞാനടക്കം ഈ സ്റ്റാഫുകളുടെയും കുടുംബത്തിൻ്റെയും പട്ടിണി മാറ്റുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നാണ്. ഈ സ്ഥാപനത്തിൽ അധ്വാനിച്ച് കിട്ടുന്ന സാമ്പത്തികമായ കരുതൽ കൊണ്ടാണ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും വളരുന്നത്. അതുപോലെ തന്നെ നാടിനെ പറ്റി ഇനിയും പറയുമ്പോൾ 500 രൂപയ്ക്ക് 1 സെൻറ്റിന് വിലയുണ്ടായിരുന്ന ഭൂമി ഇന്ന് ലക്ഷങ്ങളാണ്. 25 ലക്ഷത്തിന് പോലും ഇപ്പം കിട്ടാനില്ല 1 സെൻറ്റ് ഭൂമി. അതും ഈ ആശുപത്രിയുടെ, ഈ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്രയും വികസനം ഉണ്ടാക്കിയ ഒരു മനുഷ്യനെയാണ് കള്ളക്കേസിൽ കുരുക്കി ഈ അവഹേളിക്കുന്നത്. ഈ കള്ളക്കേസിൽ കുരുക്കിയവർക്കും അറിയാം ഇത് കള്ളത്തരമാണ്, കള്ളക്കേസാണെന്ന്. ജയിക്കും, ഡോക്ടർ ബെനറ്റ് സാർ ജയിച്ചു തന്നെ വരും. അദ്ദേഹത്തിന് ഇനിയും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഒപ്പം നാടിൻ്റെ വളർച്ചയ്ക്കും വളരുവാനുള്ള കരുത്ത് കൊടുക്കട്ടെ എന്ന് സർവശക്തനോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.